സാർ, വീട്ടിലാർക്കും സുഖമില്ല എന്ന് പറഞ്ഞ് ഫോൺ വന്നു. അറിയില്ല, ഉടനെ കൂടി ചെല്ലാൻ പറഞ്ഞു. എന്താ പറ്റി? ഈ പിള്ളേര് ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങളെ. ഒരു വെട്ടിയെത്തി കിട്ടോ? വെട്ടിയെത്തി ഒന്നും കാണുന്നില്ലല്ലേ? ഡോക്ടറെ വല്ലതും കിട്ടിയാ? എന്താ കാര്യം? ഒരു കട്ടിംഗ് പ്ലെയർ കിട്ടോ? കട്ടിംഗ് പ്ലെയറാ? കോടാലി മതിയോ? എന്താ കാര്യം? ആ നാശം പിടിച്ച പിള്ളേര് അയ്യയുടെ തല ഒരു കുടത്തിനകത്ത് ഇടിച്ചു കയറ്റി. ആ മുഴുവൻ കയറി അയാളെ കാണാനില്ല. മരിക്കും. അയ്യോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെടുത്ത് ചെവി വയ്യടോ. സോറി. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കൊക്കെ? ആ കാലത്ത് തല കുടങ്ങോ വെട്ടിയിട്ട് എന്താ ഉണ്ടായത്? ഞങ്ങൾ ആ പെണ്ണിന്റെ തലയ്ക്ക് വീഴാൻ വേണ്ടിട്ട് വാതന്റെ മുകളിൽ വെള്ളം നിറച്ച് വെച്ചിരുന്നതാ. ആ പൊട്ടൻ തൂക്കാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കയറിയപ്പോ അയാളുടെ തലയിൽ വീണു. കഷ്ടമായി പോയല്ലോടെ. കരിമ്പൂതം തൊലി വിളിക്കണം, അതാ വേണ്ടത്. തൊലി ഞാൻ പൊളിച്ചരാം. എന്നിട്ട് എല്ലാത്തിനെയും ഇന്ന് ജീവനോടെ കെട്ടിത്തൂക്കി ഞാൻ നിന്നോട് കൂടാ പറഞ്ഞ. നിന്നോടല്ല. കൈകെട്ട്. വേണ്ട. ഈ തണ്ടി പരീക്ഷകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. അടി ചെയ്യൂ ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നാണ്. ഇനി വെറുതെ വിട്ടാ ഇവരൊക്കെ നിന്നേക്കാ വലിയ താന്തോന്നികളാകും. മേലെ കാണിക്കോ ഇത്തരം പോക്കത്തരം? നിന്നോടാ ചോദിച്ചേ? തല്ലരുത്. കാര്യം പറഞ്ഞാ മനസ്സിലാവാത്ത പ്രായമൊന്നും അല്ലല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള അവകാശം കൊണ്ട് വന്നതല്ല. പലതും പരീക്ഷിച്ചില്ലേ ഇവരെ നന്നാക്കാൻ. എനിക്കൂടി ഒരു സന്ദർഭം തന്നൂടെ? തമ്പുരാൻ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്നാൽ ഇവറ്റൊന്നും നന്നാകത്തില്ല. പിന്നെയല്ലേ നീ? സ്വന്തം അപ്പനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത കാര്യത്തില് കർത്താവിന് എങ്ങനെ താല്പര്യം ഉണ്ടാവുക? ഒരു ചാൻസ് എനിക്ക് തരുന്നതില് ഡാഡിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ ഈ കുട്ടികൾ എന്നെ ഇവിടുന്ന് ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ നന്നാക്കും. രണ്ടായാലും ഡാഡിക്ക് ലാഭമല്ലേ ഉള്ളൂ. ആദ്യം പറഞ്ഞേ നടക്കുള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ? ആ ശ്രമിച്ചോ. അരവും കൂടെ ചേർന്ന് ഇന്നലെ വാകാതിരുന്നാ മതി. ഇനി ഈ വടി നമുക്ക് വേണ്ട. ഇന്ന് മുതൽ ഞാനാണ് നിങ്ങളുടെ ടീച്ചർ. കൊച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാശ് കൊടുത്താ അവനെന്തും ചെയ്യും. മണികണ്ഠൻ എന്നാ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്കെല്ലാം മനസ്സിലായടാ. എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാറ്റക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛൻ ഒരബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ എല്ലാം അറിഞ്ഞുവല്ലേ? എല്ലാം അറിയാം. പക്ഷെ എനിക്ക് എന്റെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കിത് കിട്ടി. ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛൻ ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്നാണ് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് നീ പറയാതെ എനിക്കറിയാം. അച്ഛനോട് പറയണ്ടെന്ന് ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ് അച്ഛൻ അതിന്റെ കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലന്ന് കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലക്കെട്ടി എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര ദണ്ഡമാണെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ. എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡേ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചത്. എനിക്ക് രക്ഷപ്പെട്ടെ. വേണ്ട, നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണം. നീ രക്ഷപ്പെട്ടാൽ നീ പഴിപ്പിച്ച പെണ്ണും വഴിയാതനോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഞാനിത് എന്തോന്ന് പറയണേ? ഞാനിത് പുറത്ത് പറയും. അച്ഛാ, പുതുശ്ശേരിക്കാരനെ തെണ്ടിത്തരം എല്ലാവരും അറിയട്ടെ. അച്ഛാ, ഞാൻ പറയും. നാട് നിങ്ങളെ പറയും. താൻ പറയോ? പറയും. എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെയും കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. ഇല്ലടാ,
നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. കലാപ്രാണി സാധനം കിട്ടിയാടോ? അയ്യോ, എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത് മക്കളെ. താൻ മേടിച്ചില്ല അല്ലേ? ഇയാളുടെ തലയിൽ ഇനിയും കുടം കയറ്റിയാലേ ശരിയാവും. അയ്യോ, ഞാൻ മേടിച്ചു. പക്ഷെ ഞാനാണ് മേടിച്ചതെന്ന് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞങ്ങൾക്കത് തന്നൂന്ന് താൻ ആരോടും പറയരുത്. ഇല്ല. ദേ, ഇതാണ് സാധനം. ഇത് വച്ച് ഈ വീട് കത്തിക്കാനെങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞേക്കണം. ഞാൻ പുറത്തിറങ്ങി നിന്നോളാം. ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ പഷ്ണിയായിപ്പോ. അസത്തുക്കൾ ആരെ കൊല്ലാൻ പോവുകയാണോ? എന്റെ കർത്താവേ, ലോകനാർക്കാവിലമ്മേ, രക്ഷിക്കണേ. ചുണ്ടരിക്കുട്ടിക്ക് പഠിച്ചണോ? അച്ചോ, നമുക്കേ വലുതായിട്ട് ഈ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കൂടി ഇരുന്ന് പഠിക്കാം. സാരമില്ല, കൈ അല്പം പൊള്ളിയിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, അല്ലെ കണ്ണും മുഖമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. നാളെ ഞാൻ വന്ന് നോക്കാം. താങ്ക് യു. ഓക്കെ. സത്യം പറയണം, ആരാ നിങ്ങൾക്ക് ഈ പടക്കം മേടിച്ചു തന്നത്? പറഞ്ഞില്ലെങ്കിൽ അടിച്ച് പഴുപ്പിക്കും ഞാൻ. അടിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര തല്ലുകൊണ്ടിരിക്കുന്നു, ഒന്ന് കരയ പോലും ഇല്ലല്ലോ ആ സത്തുക്കള്. നീ ഓടി. അഹങ്കാരി. പറടാ, ആരാ പഠിച്ചത്? പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും പുറഞ്ഞാനിന്ന് പൊള്ളിക്കും. ഞാൻ അവിടെ ചട്ടുകം പഠിപ്പിക്കാൻ പറ്റും. ഇങ്ങനത്തുണ്ടോ? ഡാഡി പറയുന്ന കേട്ടാ മതി. ആ കുഞ്ഞിന്റെ കൈ പൊള്ളിച്ച പോലെ എല്ലാത്തിനും ഞാനിന്ന് പൊള്ളിക്കും. ഇതിനെയൊക്കെ ടെററിസ്റ്റുകളെ പോലെ വേണം കൈകാര്യം ചെയ്യാൻ. ചട്ടുകെടുത്തിട്ട് വരാനാ പറഞ്ഞു. പടക്ക എവിടുന്ന് കിട്ടിയെന്നും ആര് കത്തിച്ചു എന്നും പറയുന്ന വരെ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് ചുടും. വാങ്ങിച്ചു തന്നവൻ ആരായാലും ശരി, അവന്റെ ശരീരം മുഴുവൻ ഞാൻ പടക്കം ചുറ്റി പൊട്ടിക്കും. സത്യം ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചില്ല. മര്യാദ മേടിച്ചു കൊടുത്തത് ഞാനാ. ഞാൻ പറഞ്ഞിട്ടാണ്. അയ്യരങ്ങൾ വെറുതെ കുറ്റം ഏറ്റെടുക്കണ്ട. ഡാഡി ക്ഷമിക്കണം, അബദ്ധം പറ്റിയത് എനിക്കാ. പടക്കം കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അത് മേശമേലിരിക്കുന്ന ഓർക്കാതെ ഒരഗർബത്തി ഞാൻ തന്നെയാണ് കത്തിച്ചു വെച്ചത്. തിരി മറിഞ്ഞ് അതിന്റെ മേൽ വീണത് ഞാൻ ശ്രദ്ധിച്ചില്ല. ചെയ്യുന്ന ദ്രോഹങ്ങളൊന്നും പോരല്ലേ? ആ കുഞ്ഞെങ്ങാനും ചത്തിരുന്നെങ്കിൽ ഞങ്ങൾ കൊന്നാണെന്ന് നീ പറയില്ലായിരുന്നു. അതോ അത് തന്നെയാണോ ഉദ്ദേശം? അതിനെ കൊന്നിട്ട് ആ കുറ്റം ഞങ്ങളെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് മറ്റു വല്ലതും നേടാണോ ഈ വരവ്? മേലിൽ ഇവരുടെ മുറിയിലോ ക്ലാസ് റൂമിലോ കയറിപ്പോരുത്. ചെകുത്താന്മാരെ ഭൂമി ജനിച്ചതായി നിങ്ങള്. ഈ നശൂലങ്ങൾ നന്നാക്കാൻ നോക്കണ്ട. ഒരു കാലത്തും നന്നാവില്ല. കലക്കിയടാ, കലക്കി. ഇനി ഇതുപോലെ ഒരെണ്ണം അവളുടെ പള്ളക്കൂടെ വെച്ചു കൊടുത്താൽ അവൾ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അത് കഴിയുമ്പോ അങ്കിൾ നിനക്കൊക്കെ എന്തൊക്കെ വാങ്ങിച്ചിരുന്നറിയോ? ഈ ചുവര് മുഴുവൻ 5 സ്റ്റാർ ചോക്ലേറ്റ്, ആ ചുവര് മുഴുവൻ ബലൂൺ, കളിപ്പാട്ടങ്ങൾ കൊണ്ട് ചടപടാന്ന് കാല് തട്ടിട്ട് ഒരുത്തൻ നടക്കാൻ പറ്റില്ല.
എന്നാ എല്ലാത്തിന്റെയും മോണ നീര് വന്നു പോലിരിക്കുന്നത്? കരിമ്പൂതം ചീത്ത പറഞ്ഞോ? അങ്ങനെ പോകാൻ പറ. കൂടുതൽ അയാൾ കളിച്ചാലേ അങ്കിൾ ആ മീശ മറിച്ച് കൈ തരും. എന്നിട്ട് നമ്മൾ ആ മീശ വെച്ചൊരു ചൂലുണ്ടാക്കും. എന്നിട്ട് ആ ചൂല് വെച്ച് നമ്മൾ അവളെ അടിച്ച് പുറത്താക്കും. ഇവന്മാർക്ക് ഇത് എന്ത് പറ്റി? Good night. Good night. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ നന്ദി കേട്ടവന്മാരെ, നീയൊക്കെ കാല് പറയല്ലടാ. അവളുടെ ആട്ടവും പാട്ടും ഉമ്മയൊക്കെ ആയപ്പോഴേക്കും നീയൊക്കെ അവളുടെ ചാക്കിനകത്തേക്ക് വീണു. ഇത്രയും നാൾ നിന്റെയൊക്കെ ഇഷ്ടത്തിന് കിടന്ന് തുള്ളിയതും ഊട്ടിയതും ഉറക്കിയതൊക്കെ ഞാനാ. ആ സമയത്ത് കുറെ പട്ടിക്കുട്ടികളെ വാങ്ങിച്ച് വളർത്തിയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി അവക്കിട്ടൊരു കടിയെങ്കിലും വെച്ച് കൊടുത്തേനെ. എന്താടാ എല്ലാത്തിനും നാക്കിറങ്ങിപ്പോയോ? ഇരിക്കുന്നുണ്ടല്ലേ ഒറ്റ ചവിട്ടിന് പപ്പട പൊടിയാക്കാൻ വേണ്ടത്. പാട്ടും കുത്തൊക്കെ നിർത്തി തരാം. അവൾ ഇവിടുന്ന് പൊടിയും തട്ടി പോവല്ലോ. അപ്പൊ വാ എടീ, നിനക്കൊക്കെ ചോക്ലേറ്റും ബലൂണും മാങ്ങാത്തൊലിയും ഒക്കെ പുഴുങ്ങി ഉരുട്ടി കുഴച്ച് വായിലോട്ട് വെച്ചുതരാം. ഇവിടെ ഇരിക്കുന്ന പകുതി സാധനം ഞാൻ വാങ്ങിച്ച ഒന്നും തരൂല. എല്ലാം ഞാൻ രാവിലെ എടുത്തോണ്ടു. ഇരിക്കുന്ന കണ്ടിട്ട് ശരി ശരി ശരി. നമ്മളമ്മ ഒരു പണക്കമില്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താം. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യാകാമുകൾ ഊരിത്തരണമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഈ ഭൂമിയിലെ ഊരും. എന്താ ആലോചിക്കുന്നത്? സത്യം ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ചൊന്നും പറയണ്ട. വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി. എന്നോട് ക്ഷമിക്കാം. ചേ അതൊന്നും സാരമില്ല. ഭാര്യാകാമുവിനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനാണ് പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ശരി. ബാഡ് ലക്ക്. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചിയേഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ അങ്ങനെ. I'll come soon. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി. Yes? ഈ ബില്ലൊന്നും ഒപ്പിടണം. Oh, I'm sorry, I forgot. Okay. Wait a minute. Okay, here it is. Thank you. Thank you. Well disciplined man. So this stuff. Okay. Cheers. Cheers.
ആള് വന്നിട്ടുണ്ട്. എവിടെയാണ് റിസപ്ഷൻ? ചാവാനും സമ്മതിക്കൂലേ അവനൊക്കെ? എവിടെ സാർ ശവം? ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ.